ഏറ്റവും വലിയ ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ആരോപണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ പിടിച്ചുലയ്ക്കേണ്ട ഒരു ആരോപണമാണ്. ഇത് നേരെ മറിച്ച് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഒരു സമയമായിരുന്നിരിക്കട്ടെ, അന്ന് മേശപ്പുറത്ത് വരെ ഡാൻസ് കളിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനപ്പുറത്തെ തെരുവിൽ എന്തായിരുന്നു അരങ്ങേറുന്നതെന്ന് നമുക്കറിയാം. മഴക്കാലത്തായാൽ പോലും കേരളം കത്തുമായിരുന്നു. ആ ഇപ്പം മഴയാണ്, ഭയങ്കര മഴയും പ്രളയവും ഒക്കെ തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നും ഇവിടെ ഈ സമയത്ത് പോലും ഇവിടെ കത്തുമായിരുന്നു. ഈ കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഇവർക്കിത് കൊണ്ടു നടക്കാനൊന്നുമുള്ള കഴിവില്ല. ഇത് ചൂണ്ടിക്കാണിക്കാനോ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു യോജിപ്പോ കഴിവോ ഇവർക്കില്ല. യോജിക്കാൻ ഒക്കത്തില്ല. കാരണം ഇവരും പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇതിനകത്തുണ്ടല്ലോ, ഒരു ഉളുപ്പ് മനസ്സിനകത്ത് കാണുമല്ലോ. അതുകൊണ്ടായിരിക്കും ഈ ബാറുകാർ എല്ലാം പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഏതാണ്ടൊരു എത്ര 2-3 മാസത്തിനിടയിൽ 5 ലക്ഷം രൂപയാണ് ആ പിരിവ് വന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് അത്രത്തോളം 5 ലക്ഷം രൂപ ഒരു 2 മാസത്തിനകത്ത് പിരിവ് കൊടുക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, അവരുടെ വരുമാനം എന്തായിരിക്കും. ഇത് ഈ നഷ്ടം വരുന്ന ബിസിനസ് ഒന്നും അല്ലല്ലോ. കാരണം ഈ ആളുകളെ കുടിപ്പിച്ച് കൊല്ലുന്നത് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഒരു സാധനമാണ്. അത് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. അതേ ഉള്ളൂ. അല്ലാതെ ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ കുടിച്ച് ചാവട്ടെ എന്ന് വിചാരിച്ച് ഇഷ്ടം കിട്ടും. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് കാണുന്നിടത്തെല്ലാം, അതായത് ഇപ്പോൾ ഒരു ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു 1-ാം തീയതി. അത് വലിയ പ്രയോജനമൊന്നുമുള്ള കാര്യമില്ല. 1-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ അത് വാങ്ങിയെടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോകാതെ അത് മൊത്തം ബാറിൽ കൊടുക്കുന്ന ഒരു ആ നടപടി അതൊന്നും ഇല്ലാതാക്കാനാണ് ഈ 1-ാം തീയതി ഒരു ഡ്രൈ ഡേ എന്ന് പറഞ്ഞു വെച്ച് ഒരർത്ഥമുള്ള കാര്യമല്ല. കാരണം അതിനു വേണ്ടി ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ 31-ാം തീയതി തന്നെ ഇതെല്ലാം വാങ്ങിച്ചങ്ങ് സ്റ്റോർ ചെയ്യും 1-ാം തീയതിയിലത്തേക്ക്. അത് 1-ാം തീയതി ശമ്പളം കിട്ടുന്നത് 1-ാം തീയതിയാണ്. 31-ാം തീയതി ആണെങ്കിൽ കടം വാങ്ങിച്ചെങ്കിലും ഈ സാധനം ഇത് റെഡിയാക്കി സംഭരിച്ച് വെക്കും. അപ്പോൾ 31-ാം തീയതി ബാറുകളിലും അതേപോലെ തന്നെ ഈ മദ്യശാലകളിലും ഒക്കെ ബിവറേജസ് കോർപ്പറേഷനിലൊക്കെ തള്ളു കൂടുക എന്നുള്ളതല്ലാതെ ഈ 1-ാം തീയതി ഇത് ഡ്രൈ ഡേ ആക്കിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പിന്നെ ചിലപ്പോൾ ഇത് വാങ്ങിക്കാൻ മറന്നു പോകുന്നവന്മാരൊക്കെ അതിൽപ്പെട്ടു പോകും 1-ാം തീയതി. കാരണം അങ്ങനെ കാരണം ഈ ജീവജലം വേണമല്ലോ, ദാഹജലം അത് കിട്ടാൻ മാർഗമില്ലാതെ ഓരോരുത്തർ അലഞ്ഞു കിടക്കുന്നത് കാണാം ഈ 1-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് അത് അന്നൊരു തട്ടുകേട് വരും. അത് കുറച്ച് ഒന്ന് മുടങ്ങും, അത്രേ ഉള്ളൂ. എന്നാലും അത് മുടങ്ങാണോ? അതിന് പകരം ഈ കള്ള അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്നത് പോലെ ഇതിന് പകരമുള്ള വേറെ ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച ആളുകൾ അവരെ ദാഹം ശമിപ്പിക്കുകയൊക്കെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ 1-ാം തീയതി ഡ്രൈ ഡേ ഒന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. കാരണം ഇത് കുറേയെങ്കിലും ആളുകൾ വാങ്ങാതിരിക്കുമ്പോൾ അവരെയും കൂടെ ഒന്ന് വാങ്ങിച്ച് കുടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 1-ാം തീയതി എന്ന ഡ്രൈ ഡേ. ഇത് ബാറുകാരുടെ ആവശ്യം, അല്ലാതെ വേറെ ആരുടെ ആവശ്യമല്ല. ഇത് പൊതുജനങ്ങളുടെ ഈ കുടിയന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ കുടിയന്മാരെ ഇതാരും പരിഗണിക്കാറില്ല. അവർ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയ ഭാഗം കൈകാര്യം ചെയ്യുന്ന അവരാണെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല. കാരണം മദ്യത്തിന് യഥേഷ്ടം വില കൂട്ടും. വില കൂട്ടിയത് ചോദിക്കാനും പറയാനും ആളുണ്ടോ? ആരുമില്ല. കാരണം ഈ ഇതിൻ്റെ ഉപഭോക്താക്കളെന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ച് സംഘടനയോ അതൊന്നുമില്ല കേട്ടോ. അവർ ഈ ആട്ടുന്നുപ്പുമൊക്കെ കേട്ട് അവിടെ പോയി നിന്ന് നീ പോടാന്നൊക്കെ അവന്മാർ പറയും. അതുമെല്ലാം കേട്ടിട്ട് കിട്ടുന്നത് വാങ്ങിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് പോവും. എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കുടിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ 1-ാം തീയതി വേണമെന്ന് അവർ പറയുന്നില്ല. കാരണം ഈ മദ്യപിക്കുന്നവന്മാരൊക്കെ ഇങ്ങനെ പറയാൻ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞാലൊട്ട് കേൾക്കുന്നില്ല, ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇതാരുടെ ആവശ്യമാണ്? സർക്കാരിൻ്റെ ആണോ? സർക്കാരിന് എങ്ങനെയായാലും കിട്ടാനുള്ള ഫീസ് കിട്ടും. പിന്നെ ഈ 1-ാം തീയതി ഇത് വേണമെന്നുള്ളത് ആർക്ക് ആവശ്യം? ബാറുകാർക്കാണ്. അപ്പോൾ ഇതങ്ങോട്ട് ഈ 1-ാം തീയതി ഡ്രൈ ഡേ എന്നുള്ളത് മാറ്റാൻ ആലോചന എന്ന് പറയുന്ന ആർക്ക് വേണ്ടി ആലോചിക്കുന്നത്? ആലോചന എന്ന് പറയുന്നതെല്ലാം ബാറുകാർക്ക് വേണ്ടിയാണ്. കാരണം അവരുടെ ഇന്ന് പണം ഇഷ്ടം പോലെ വാങ്ങിച്ച് പോക്കറ്റ് വെച്ചിട്ടാണ് ഈ വലിയ വാചകങ്ങൾ അങ്ങോട്ട് കളത്തുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ല, മറ്റേത് ചെയ്തില്ല, മറിച്ച് ചെയ്തില്ല എന്ന് പറയുന്ന എല്ലാം ഇതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, 2-ാം ഘട്ടവും 3-ാം ഘട്ടവും ഒന്നും അല്ല ഇത് ഒരു തുടർക്കഥയാണ്. ഇപ്പൊ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ്റെ അധികാരം പോയി കഴിഞ്ഞ് മറ്റവർ വന്നു കഴിഞ്ഞാൽ അവരിത് തന്നെ ചെയ്യും. കിട്ടാവുന്ന പണം ഇതിൽ നിന്ന് വാങ്ങിച്ചെടുക്കും, അതിന് ഒരു സംശയമില്ല. കാരണം ഈ കുടിയന്മാരുടെ പൈസയല്ലേ, അത് ഇഷ്ടം പോലെ വാങ്ങി. ഇത് അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്ന എവിടെയാണ്? ഈ പാവങ്ങളിലാണ്.
അവരുടെ കാരണം ഓരോ കൂരകളിലും ഓരോ വീട്ടിലും അടുപ്പ് പുകയാതെ ആണ് യവന്മാർ വന്ന് ഈ കുടിക്കുന്നത് പലപ്പോഴും. അത് എന്നിട്ട് കുടിച്ചതിന് ശേഷവും കാണുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കുക. അത് അത് ഇതിനകത്ത് കിടക്കുന്ന ധൈര്യമാണല്ലോ, അത് വീട്ടിൽ പോയിട്ട് ഭാര്യ എടുത്തിട്ട് അടിക്കുക. ഇപ്പോൾ അവർ തിരിച്ചടി തുടങ്ങി. അടിച്ച് അവനെ അങ്ങ് ശരിയാക്കും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാരണം ഇവന് ആരോഗ്യം ശക്തി ഒന്നും കാണത്തില്ല, എഴുന്നേറ്റിരിക്കാൻ പോലും കെൽപ്പ് കാണത്തില്ല. അങ്ങനെ കുടിച്ചിട്ടായി പോകുന്നത്. അത് അശാന്തി ഈ സമൂഹത്തിൽ പടരാൻ ഇടയാകുന്നത് ഇതിൻ്റെ കൂടുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ഇതിന് ഒരു മദ്യ സംസ്കാരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കിട്ടും. ഇവിടെയൊക്കെ ഓരോരുത്തന്മാർ കൂർക്കം വലിച്ച് മഴയത്ത് കിടക്കുന്ന നമുക്ക് കാണാം, ഉറങ്ങുന്നത് കിടക്കുന്നത് ബോധല കിടക്കുന്നതാണ്. അടിച്ച് മാങ്കുരുണിയൊക്കെ അടിച്ച് കൈ കിട്ടുന്ന സാധനം വാങ്ങിച്ച് കയറ്റിയിട്ട് കിടക്കും റോഡിലൊക്കെ. നമുക്ക് വിദേശത്ത് പോയാൽ ഇത് ഇഷ്ടം പോലെ മദ്യശാലകളാണ്. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നോക്കിയാൽ ഇഷ്ടം പോലെ. അമേരിക്കയിലൊക്കെ മുക്കിന് നല്ല അത്രത്തോളം വലിയ ഷോപ്പുകളാണ്. പല പള്ളികൾ മദ്യശാലകളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ഒരെണ്ണം പോയി കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ ഒരുത്തന്നെ റോഡിൽ അടിച്ച് കിടക്കുന്നത് കാണാൻ കിട്ടത്തില്ല, ഒന്നുമില്ല. കാരണം അവർക്ക് ആ രീതി ബോധം കെടുന്നത് പോലെ കുടിക്കുന്നതല്ല അവരുടെ സംസ്കാരം. അതിവിടെ അറിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് പകരം ഇവിടെ അങ്ങ് കുടിച്ച് റോഡിലും കിടന്ന് കാണുന്നവൻ്റെ ഇഴക്കത്തോടെ കയറി വഴക്കമുണ്ടാക്കി സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ. അപ്പോൾ സമൂഹത്തിൽ അശാന്തി പടരാൻ യഥാർത്ഥത്തിൽ ഇടയാകുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഈ മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ മദ്യം, ഈ വിപത്താണ്. അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഏറ്റവും കുറച്ച് കൊണ്ടുവരുന്നതിന് പകരം അത് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ IT പാർക്ക്, അവിടെ വലിയ കുഴപ്പമില്ലാതെ ഇച്ചിരി ഡീസൻ്റായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി അവിടെ ഇത് കാരണം അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വാങ്ങിക്കാനൊക്കെ ഇച്ചിരി മെനക്കേടാണ്. ഇനി അന്നേരം അവർക്ക് അവിടെ കൊണ്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഓൺലൈനായിട്ടും കൂടെ കച്ചവടം നടത്തണം. ഓൺലൈനുണ്ട്, അവിടെ വിദേശത്തെല്ലാം ഓൺലൈനുണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് അതും കൂടെ അങ്ങ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. കാരണം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല, ആൾ അവിടെ കൊണ്ട് കൊടുക്കും. ആ രീതിയിൽ ആക്കേണ്ടതാണ് കണക്കിന് ഇവർ. അതെന്താ ഇവർ തുടങ്ങാത്തതെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നല്ല ഒരു സാഹചര്യം കിട്ടും. ഇനി IT പാർക്കുകളിലൊക്കെ ഇതേപോലെ മദ്യശാലകൾ തുറക്കുക കേട്ടോ. അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം അത് കൂട്ടിയല്ലാതെ അവർക്ക് ചാപ്പാട് കഴിക്കാൻ പറ്റുകയില്ല. അവിടെ നിന്ന് ഈ കമ്പ്യൂട്ടറിനകത്തൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു കിക്കില്ലാതെ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും അവിടെയും കൊടുക്കണം. ഇതൊക്കെ ആരുടെ ആവശ്യമാണ്? ഇത് മദ്യപിക്കാൻ വരുന്നവരുടെ ആവശ്യമല്ല. ഇത് യഥാർത്ഥത്തിൽ ബാറുകാർ, അതുപോലെ ഇതിൻ്റെ പുറകിലുള്ള മദ്യവിപണി, അവരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഒരു മന്ത്രിക്കെതിരെ ഇതുപോലെ ഇവരുടെ ഗവൺമെൻറ് അല്ല, അതിന് മുമ്പുള്ള ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ആരോപണങ്ങളും ഒക്കെ വന്നു. ഞാൻ പറഞ്ഞ പോലെ മേശപ്പുറത്ത് ഡാൻസൊക്കെ അരങ്ങേറിയ സംഭവമൊക്കെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെന്നറിയോ, അതെല്ലാം അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനെയും ഇപ്പോൾ ഇവരെ കൂടാണ് പിടിച്ചതിലോട്ടാക്കി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് പണ്ടത്തെ ആരോപണത്തെക്കുറിച്ച് ഒന്നും പറയത്തില്ല. കാരണം ഇനി പറഞ്ഞ ഒക്കത്തില്ല. കാരണം ഇയാൾ പണം, അത് കാരണം പണ്ട് ഇങ്ങനെ കോഴ വാങ്ങി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ പ്രശ്നമില്ല. കാരണം അത് ആ ഡാൻസോട് കൂടി തീർന്നു, അത് അങ്ങ് പോയി, അതെല്ലാം മായ്ച്ചു കളഞ്ഞു. ഇനി അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവർക്ക് ഈ കോൺഗ്രസ്സുകാർക്കും പറയാൻ ഒക്കത്തില്ല. കാരണം അവർ ആണ് അന്ന് ഇത് പൊത്തിപ്പിടിച്ച് പൊതിഞ്ഞ് കൊണ്ടു നടന്നത്. ഒന്നും വാങ്ങിയിട്ടില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. എല്ലാവരും വാങ്ങും. ഇതാണ് ജോലി. കാരണം ഇത് വെറുതെ കിട്ടുന്ന പണം. ഇതിനകത്ത് ഈ ഒന്നുമല്ല. ആ രാഷ്ട്രീയം അന്ന് ഇതിന് എതിരെ ഇത്രത്തോളം സമരം ചെയ്ത് ആ ഗവൺമെൻറ്റിനെ അതുകൊണ്ട് താഴെ ഇറക്കണം, ആ മന്ത്രി രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞവർ ആ മന്ത്രിയെ അവസാനം കൂടെ കൂട്ടി. ഇതാണ് കാര്യം. അപ്പോൾ അങ്ങനെ മന്ത്രിയോ മന്ത്രിയുടെ കുടുംബത്തിനെയും കൂടെ കൂട്ടിയതോടുകൂടി അതങ്ങ് മാറിക്കിട്ടി, അതങ്ങ് പോയി എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ രാഷ്ട്രീയത്തിന് അന്നേരം എന്താ വില, എന്താ ധാർമ്മികതയുള്ളത്? എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ രാഷ്ട്രീയത്തിന്? അതില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടത്, ഏറ്റവും വലുത് വേണ്ടത് ധാർമ്മികതയാണ് അവർക്ക്. ആ ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കടമയുള്ളതാണ്. പക്ഷെ ഇന്ന് രാഷ്ട്രീയത്തിന് ഈ ധാർമ്മികത ഒന്നും കാണാനില്ല. നമുക്ക് ആ രീതിയിലായിപ്പോയി. ഈ മാർക്കോഴ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞതിനേക്കാളും വളരെ വലിയ
ഒരു കഴിഞ്ഞ 1 കോടി രൂപയുടെ ആയിരുന്നു അന്ന് ആരോപണം ഉണ്ടായെങ്കിൽ ഇന്നിപ്പോൾ 25 കോടി രൂപയുടെ ആരോപണമാണ് വന്നേക്കുന്നത്. ഇത് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെ മേളിൽ ഇടുന്ന ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് വിലപ്പോകത്തില്ല. ഈ കേരളത്തിലുള്ളവർ, അതായത് ഇവർ ഈ കുടിയന്മാരൊഴിച്ച്, കാരണം കുടിയന്മാർക്ക് ഇത് പ്രശ്നമല്ല, അതൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അവർ ബോധമുള്ളവരാണ്. അവർ ഒന്ന് ചിന്തിക്കും, ഇതെന്ത് വൃത്തികേടാണ് കാണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കണം. ഇവിടെ ഉള്ളവരെല്ലാം പൊട്ടന്മാരല്ല എന്നിവരൊന്ന് തിരിച്ചറിയണം. അതറിയുന്നില്ല ഇവർ, അതാണ് ഇവരുടെ പ്രശ്നം. ഏറ്റവും വലിയ ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ആരോപണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ പിടിച്ചൊലയ്ക്കേണ്ട ഒരു ആരോപണമാണ്. ഇത് നേരെ മറിച്ച് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഒരു സമയമായിരുന്നിരിക്കട്ടെ, അന്ന് മേശപ്പുറത്ത് വരെ ഡാൻസ് കളിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനപ്പുറത്തെ തെരുവിൽ എന്തായിരുന്നു അരങ്ങേറുന്നതെന്ന് നമുക്കറിയാം. മഴക്കാലത്തായാൽ പോലും കേരളം കത്തുമായിരുന്നു. ഇപ്പം മഴയാണ്, ഭയങ്കര മഴയും പ്രളയവും ഒക്കെ തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നും ഇവിടെ ഈ സമയത്ത് പോലും ഇവിടെ കത്തുമായിരുന്നു. ഈ കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഇവർക്കിത് കൊണ്ടു നടക്കാനൊന്നുമുള്ള കഴിവില്ല. ഇത് ചൂണ്ടിക്കാണിക്കാനോ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു യോജിപ്പോ കഴിവോ ഇവർക്കില്ല. യോജിക്കാൻ ഒക്കത്തില്ല. കാരണം ഇവരും പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇതിനകത്തുണ്ടല്ലോ, ഒരു ഉളുപ്പ് മനസ്സിനകത്ത് കാണുമല്ലോ. അതുകൊണ്ടായിരിക്കും. എന്തായാലും ശരി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ അധപ്പതിച്ചു പോയി. ഈ രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.